ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എഴുതുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും പറ്റിയൊരു വീഡിയോ ആണ്. ഒരു 20 ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മില്ലർ ആൻഡ് യൂറേ പെർഫോംഡ് എൻ എക്സ്പെരിമെൻറ്റ് ടു പെർഫോം ഒറിജിൻ ഓഫ് ലൈഫ്. ദേ ടുക്ക് ഗ്യാസസ്. അപ്പോൾ മില്ലർ ആൻഡ് യൂറേ പെർഫോംഡ് എൻ എക്സ്പെരിമെൻറ്റ് അല്ലേ, ഒറിജിൻ ഓഫ് ലൈഫ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത വ്യക്തികളാണ് മില്ലർ ആൻഡ് യൂറേ. അപ്പോൾ അവർ ടു ഗ്യാസസ്, ഏതൊക്കെ ഗ്യാസസ് ആണ് അവർ ആ എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിൽ യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ. ഏതൊക്കെയാണ്? മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ. ഇത് ഓപ്ഷനിൽ ഒന്നുകിൽ ഇത് മുഴുവനായിട്ടും തരും, അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് അല്ലെങ്കിൽ പെടുന്നത് ഒക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ശ്രദ്ധിക്കുക, മീഥെയിൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ. അപ്പോൾ ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, SCR ടേക്ക് പാർട്ട് ഇൻ ദ സിന്തസിസ് ഓഫ്. SCR എന്താണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. SCR മീൻസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അപ്പോൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ടേക്ക് പാർട്ട് ഇൻ ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് സ്റ്റീരിയോൾസ്. അപ്പോൾ മെയിനായിട്ടും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ റോൾ എന്താണ്? ടേക്ക് പാർട്ട് ഇൻ ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് സ്റ്റീരിയോൾസ്. ഇനി അടുത്ത, വൺ ഓഫ് ദ കീ ഫാക്ടർ വിച്ച് മേക്സ് ദ പ്ലാസ്മിഡ് വെക്ടർ ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ദാറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാസ്മിഡ് വെക്ടറിനെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ക്യാരീസ് ഫോറിൻ ജീൻ. ഫോറിൻ ജീൻസ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? പ്ലാസ്മിഡ് വെക്ടേഴ്സിന് ഉണ്ട്. സോ ദേ ആർ യൂസ്ഡ് വൈഡ്ലി ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അടുത്തത്, the first human hormone produced by recombinant DNA technology is insulin. Insulin ആണ് ഫസ്റ്റ് ഹ്യൂമൻ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ recombinant DNA ടെക്നോളജി. recombinant DNA ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത ഹ്യൂമൻ ഹോർമോൺ ആണ് ഇൻസുലിൻ. ഓക്കെ. ഇനി അടുത്തത്, the technique of DNA fingerprinting in human was developed for the first time by Alex Jeffrey. DNA fingerprinting in human was first developed by അലക്സ് ജെഫ്രി. അടുത്തത്, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇമ്പൾസ് ഓഫ് ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ഫ്രം. ഇമ്പൾസ് ഓഫ് ഹാർട്ട് ബീറ്റ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഫ്രം SA നോഡ്. എന്താണ് SA നോഡ്? സൈനോ ഓറിക്കുലർ നോഡ്. സൈനോ ഓറിക്കുലർ നോഡ് മീൻസ് SA നോഡ്. അപ്പോൾ ഇമ്പൾസ് ഓഫ് ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ഫ്രം SA നോഡ്. ദെൻ നെക്സ്റ്റ്, എൻസൈംസ് ഇൻ ഗ്ലൈക്കോലൈസിസ് ആർ പ്രസൻറ്റ് ഇൻ. നമുക്കറിയാം ഗ്ലൈക്കോലൈസിസ് അതുപോലെ തന്നെ ക്രബ് സൈക്കിളും ഉണ്ട് അല്ലേ. അപ്പോൾ ഗ്ലൈക്കോലൈസിസിൻ്റെ എൻസൈംസ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിക്കുന്നത്. എൻസൈംസ് ഓഫ് ഗ്ലൈക്കോലൈസിസ് ആർ പ്രസൻറ്റ് ഇൻ സൈറ്റോപ്ലാസം. എൻസൈംസ് ഓഫ് ഗ്ലൈക്കോലൈസിസ് ആർ പ്രസൻറ്റ് ഇൻ സൈറ്റോപ്ലാസം. വാട്ട് ഇസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലൈസിസ്? ഇറ്റ് ഈസ് പൈറുവിക് ആസിഡ്. അപ്പോൾ എൻസൈംസ് ഓഫ് ഗ്ലൈക്കോലൈസിസ് ആർ പ്രസൻറ്റ് ഇൻ സൈറ്റോപ്ലാസം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിനി ഓഫ് കോക്രോച്ച് function as auditory receptor. Antennae of cockroach function as auditory receptor. അടുത്തത്, the process by which an embryo develops without involving gametic fusion. ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, അധികവും മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. the process by which an embryo develops without involving gametic fusion. അതാണ് എപ്പോഗമി എന്ന് പറയും. it is called എപ്പോഗമി. The next, genetic drift occur in small population. ഹാർഡി വേൺബർഗ് ഇക്വിലിബ്രിയം പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് occurs only in small population. സ്മോൾ പോപ്പുലേഷൻ. ഇനി അടുത്തത്, സെൽസ് പ്രസൻറ്റ് ഇൻ മമേലിയൻ ടെസ്റ്റിസ് ഹെൽഡ് ടു നറിഷ് സ്പേംസ്. സ്പേംസിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റിസിൽ ഉള്ള ഒരു സെൽസ് ആണ് ഏത്? സെർട്ടോളി സെൽ എന്ന് പറയും. സെൽസ് പ്രസൻറ്റ് ഇൻ മമേലിയൻ ടെസ്റ്റിസ് ഹെൽഡ് ടു നറിഷ് സ്പേംസ്. ഇത് സെല്ലാണ്? സെർട്ടോളി സെൽസ്. ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യനും. സെർട്ടോളി സെൽസ്. അടുത്തത്, റെഡ് ടൈഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡൈനോഫ്ലജലേറ്റ്സ് അല്ലേ. റെഡ് ടൈഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡൈനോഫ്ലജലേറ്റ്സ്. ഇനി അടുത്ത 13ാമത്തെ,
which function as second chemical messenger in many hormone controlled reaction. ഹോർമോൺ കൺട്രോൾഡ് റിയാക്ഷനിൽ സെക്കൻഡ് കെമിക്കൽ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? CAMP. എന്താണ് CAMP? സൈക്ലിക് AMP എന്ന് പറയും. സൈക്ലിക് AMP. ഇറ്റ് ആക്ട് ആസ് സെക്കൻഡ് കെമിക്കൽ മെസ്സഞ്ചർ ഇൻ മെനി ഹോർമോൺ കൺട്രോൾഡ് റിയാക്ഷൻ. അടുത്തത് നിഫ് ജീൻ ഒക്വർ ഇൻ റൈസോബിയം. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ ത്രൂ വൈറസ്. ത്രൂ വൈറസ് ആണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ ത്രൂ എ വൈറസ് ഈസ് കോൾഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയും. ട്രാൻസ്ഡക്ഷൻ. അപ്പം ഈ റൈസോബിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംബയോട്ടിക് ബാക്ടീരിയ ആണ് റൈസോബിയം. ഈ റൈസോബിയത്തിൽ എന്തുണ്ട്? നിഫ് ജീൻ ഉണ്ട്. ഈ നിഫ് ജീനാണ് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് റൈസോബിയത്തിൽ. അപ്പം ഇത് ഇവിടെ എന്താണ് ട്രാൻസ്ഫർ ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ ത്രൂ എ വൈറസ് ആണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഏത്? ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ വൈറസ് മുഖാന്തരമാണ് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫോം ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഡക്ഷൻ. അടുത്തത് the parasitic algae on tea plant is Cephaloreus. പാരസൈറ്റിക് ആൽഗയാണ്. ഇത് ടീ പ്ലാന്റിൽ കാണപ്പെടുന്ന ഒരു പാരസൈറ്റിക് ആൽഗയാണ് സെഫലോറിയസ്. അടുത്തത് ഇൻറ്റർഫെറോൺസ് ആർ ആൻറ്റിവൈറൽ ഏജൻസ്. ഇൻറ്റർഫെറോൺസ് എന്താണ്? ദേ ആർ ആൻറ്റിവൈറൽ ഏജൻസ്. വൈറൽ ഏജൻസ് ആണ് ഏത്? ഇൻറ്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റർഫെറോൺസ്. അപ്പോൾ വൈറസ് എന്തെങ്കിലും ശരീരത്തിൽ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റർഫെറോൺസ്. അപ്പോൾ ഇൻറ്റർഫെറോൺസ് എന്താണ്? ആൻറ്റിവൈറൽ ഏജൻസ് ആണ്. ഇനി അടുത്തത് മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്പ് ട്രീ മെയിൻലി ഇൻ ഫിക്സിങ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. മൈക്രോറൈസൽ അസോസിയേഷൻ്റെ ഫംഗ്ഷൻ എന്താണ്? എന്തിനാണ് മൈക്രോറൈസൽ അസോസിയേഷൻ ഉണ്ടാവുന്നത്? ഒന്നുമില്ല, ഹെൽപ്പ് ഇൻ ഫിക്സിങ് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അസോസിയേഷൻ ഉണ്ടാകുന്നത്. മൈക്രോറൈസൽ അസോസിയേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡറി കോർട്ടെക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഫെല്ലോജൻ. ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി കോർട്ടെക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം, ഇവിടെ നിന്നാണ് സെക്കൻഡറി കോർട്ടെക്സ് ഡിറൈവ് ചെയ്യുന്നത്? ഫെല്ലോജൻ എന്ന് പറയും. ഫെല്ലോജൻ. അടുത്തത് Vesicular cambium in root is an example of secondary growth. Vesicular cambium in root is an example of secondary growth. 20 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസും പഠിച്ചു വെക്കുക. കേട്ടറ്റിനും അതുപോലെ തന്നെ HSCക്കും യൂസ്ഫുൾ ആവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.